വാർത്താരംഭം ആരംഭിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. നമുക്കറിയാം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിൽ ഈ അടുത്തിടെ സന്ദർശനം നടത്തിയിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തുകയാണ്. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മോദി തുടക്കം കുറിക്കും. പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ എൻഡിഎ സ്ഥാനാർത്ഥി. അടുത്ത ചൊവ്വാഴ്ച നരേന്ദ്രമോദി പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ മാർച്ച് 15-ന് പാലക്കാടും 17-ന് പത്തനംതിട്ടയിലും എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ ഘട്ടത്തിൽ ചേരുന്നത് ശ്രീജിത്ത് ആണ്. ശ്രീജിത്ത്, പ്രധാനമന്ത്രി എത്തുന്നതോടെ എൻഡിഎ ക്യാമ്പ് ഉണരുകയാണ്. പ്രത്യേകിച്ച് വിജയം ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വരവ് എത്രത്തോളം ആവേശമാണ് അണികൾക്ക് നൽകുന്നത്? അഭിലാഷ, തീർച്ചയായും ബി.ജെ.പി. വിജയം വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ട. അങ്ങനെ ഒരു മണ്ഡലത്തിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആളല്ല സ്ഥാനാർത്ഥിയായത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം മറികടക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നു. പത്തനംതിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അവർ കാണുകയും ചെയ്യുന്നു. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ ആളുകളെ കടത്തിവിടാൻ തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥരും മറ്റും എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. നേരത്തെ 12 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അത് പിന്നെയും വൈകും. ഏതാണ്ട് 1 മണിക്ക് ശേഷം മാത്രമേ ഈ വേദിയിലേക്ക് എത്തിച്ചേരൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഇവിടേക്ക് ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ ആളുകളുണ്ട്. ചേട്ടാ, പ്രധാനമന്ത്രിയെ കാണാമെന്നാണോ അതോ വെറുതെ പരിപാടി? ഇവിടെയുണ്ട്, പലരും ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ പരിപാടി പങ്കെടുക്കാമെന്നാണോ? അല്ലല്ല, വെറുതെ നോക്ക്. ഈ അഭിലാഷ്, ഇവിടേക്കുള്ള ആളുകളെയൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു എൻട്രൻസ് വഴി വേണം ആളുകൾ ഇനി കടന്ന് പോകാൻ. നേതാക്കളും മറ്റുമൊക്കെ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട്. നമുക്ക് ശശിനാരായണൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഒരല്പം വൈകും അല്ലേ? 12 എന്നുള്ളത് 1 മണി കഴിയും. ഇന്നലെ ഒരു 11 മണിയോടുകൂടി അദ്ദേഹം പ്രമാണം രാജീവ് ഗാന്ധി ഇന്റർ എത്തിച്ചേരും. അതിനുശേഷം റോഡ് മാർഗം ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ആ പരിപാടിക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു മണിയോടൊക്കെ ആവുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് വരും. എന്തായാലും ഈ മറ്റ് മണ്ഡലങ്ങളിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള പത്തനംതിട്ട മണ്ഡലവും ഒപ്പം മാവേലിക്കര മണ്ഡലവും മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രവർത്തകരടക്കം ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നത് വലിയ ഒരു വിജയ പ്രതീക്ഷയിലാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രവർത്തകർ. സാധാരണ ഈ ഒരു 11 മണിയുടെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എത്തേണ്ടതാണ്. എനിക്കൊന്ന് പ്രവർത്തകർക്ക് നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടിയെന്ന് തോന്നല്ലേ? കുറച്ചുകൂടി വൈകിയേ വരുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ ബസ്സുകളൊന്നും വരാൻ തുടങ്ങിയില്ല. ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ആളുകളൊക്കെ വരേണ്ടതാണ്. അവരാരും വരാൻ തുടങ്ങിയില്ല. ഈ ഒരു സമയമാറ്റമായിരിക്കും ഒരു പ്രധാനം. കാരണം അവർ മുൻകൂട്ടി അറിയിച്ചു കാണും. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രവർത്തകർ എത്താനുള്ള സമയം ആയി കാണും. ഇന്നലെ നേരത്തെ പറഞ്ഞൊരു 10-11 മണിയാകുമ്പോൾ എത്തുമെന്നാണ്. പക്ഷേ ഇന്ന് ഈ സമയത്തിലൊരു മാറ്റം വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ക്രമീകരിച്ചായിരിക്കും ആൾക്കാർ അത് അറിയിച്ചിട്ടുണ്ട്, നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഉണ്ടായിട്ടുള്ള ആളുകളുടെ ഒരു വരവ്. ഇനി വാഹനങ്ങൾ വരണം, പാർക്ക് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പ്രവർത്തകർ 1.5 ലക്ഷത്തോളം പേരുകൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാവേലിക്കര, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തകരും നേതാക്കന്മാരും അടക്കം പങ്കെടുക്കുന്നതാണ്. ഈ സാധാരണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പലപ്പോഴും, ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു സൈഡിലാണ് പല വേദികളും ഉണ്ടാകാറുള്ളത്. പക്ഷെ പ്രധാനമന്ത്രിക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിന്റെ ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്നു. അതിന് പുറത്തും വേദി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ശക്തി പ്രകടനത്തോടുകൂടി തുടങ്ങുക അല്ലേ പ്രചരണം? തീർച്ചയായിട്ടും. കാരണം ഒരു വലിയ ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് പത്തനംതിട്ട. അപ്പോൾ സ്വാഭാവികം ജയം മാത്രമാണ് അവരുടെ പ്രതീക്ഷ. അനിൽ ആന്റണിക്ക് വേണ്ട സപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിലുണ്ടായ ചില അവസരങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നേതൃത്വം തന്നെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി വിജയിക്കുക എന്ന് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. അതിൻ്റെതായ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയോടുകൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ നേതൃത്വവും അതുപോലെ തന്നെ പ്രവർത്തകരൊക്കെ വളരെ ഈ
ജയിക്കാനുള്ള സാഹചര്യത്തിലാണ് പ്രചരണ പരിപാടികളും കൺവെൻഷനും ഒക്കെ വളരെ ആ ചിട്ടയോടുകൂടി നടത്തുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രി വരുന്നതോടുകൂടി തന്നെ വലിയ ആവേശത്തിലായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നേതൃത്വം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ അനിൽ ആന്റണി എന്ന അപരിചിതൻ മണ്ഡലത്തിൽ അത്ര പരിചിതനല്ല എന്ന് പി സി ജോർജ് ഒക്കെ പറഞ്ഞ ഒരു പരിധിവരെ ശരിയായിരുന്നു. കാരണം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള ഒരാളല്ല. പക്ഷേ കെ സുരേന്ദ്രന് ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലം എ ക്ലാസ് മണ്ഡലമാണ്. കുറച്ചുകൂടി 1 ലക്ഷം വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ പരിമിതികളെ ഈ അനിൽ ആന്റണി എന്ന അപരിചിതനെ പ്രധാനമന്ത്രി തന്നെ പരിചയപ്പെടുത്തുന്നതോടുകൂടി ആ ഒരു പരിമിതിയിൽ നിന്ന് സംഘടനാ സംവിധാനം അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ ശശി? എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? തീർച്ചയായും അത്ര തന്നെ. കാരണം അനിൽ ആന്റണി മണ്ഡലത്തിൽ പരിചയമല്ലാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിന്റെയൊക്കെ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും ഇപ്പം മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അനിൽ ആന്റണിയെ കൃത്യമായി അറിയാം എന്ന് തന്നെ പറയാം. കാരണം ആദ്യഘട്ടത്തിൽ അത്തരം ഒരു ആശങ്ക പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ അനിൽ ആന്റണിയുടെ വലിയ അഡ്രസ് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള വലിയൊരു അഡ്രസ് ഉണ്ട്. ഒരു ദേശീയ ബി ജെ പിയുടെ ഒരു ദേശീയ സാധാരണ പല നേതാക്കളെയും പോലെയല്ല, ഇവിടെ ജനങ്ങൾക്കറിയാവുന്ന എ കെ ആന്റണിയുടെ മകനാണ്. അല്ല, അതാണ് അദ്ദേഹം. പക്ഷേ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥികളിലേക്ക് എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനം, സംഘടനാ പ്രവർത്തനത്തിലൂടെ ആന്റണിയെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതിനുള്ള ക്രമീകരണമാണ് സത്യം പറഞ്ഞ ബി ജെ പി നടത്തുന്നത്. എന്തായാലും പി സി ജോർജ് അടക്കമുള്ള പിണങ്ങി നിന്ന പി സി ജോർജ് അടക്കമുള്ള ആളുകളെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടക്കം ആർക്കെങ്കിലും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കഴിയും എന്നുള്ള പ്രതീക്ഷകളാണ് ബി ജെ പി നടത്തുന്നത്. എന്തായാലും അത്തരം ആദ്യഘട്ടത്തിലുണ്ട്, ഇപ്പോൾ അത്തരത്തിലൊന്നുമില്ല. സജീവമായി പ്രവർത്തനം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതല്ല ബി ജെ പി വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്. പക്ഷേ വരുന്ന സുരേന്ദ്രൻ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ആണ് ഒരു വലിയ പ്രതീക്ഷ. അതിന് മറികടക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഈ വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് അഭിലാഷ്. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല സാഹചര്യം. കഴിഞ്ഞ തവണത്തെ പ്രചരണ വിഷയങ്ങളല്ല ഇത്തവണ, പുതിയ സ്ഥാനാർത്ഥികളാണ്. അതെല്ലാം അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത്. എന്തായാലും തീർച്ചയായും പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് ബി ജെ പി ക്യാമ്പിന് വലിയ ആശ്വാസം നൽകുകയാണ്, ആവേശം നൽകുകയാണ്. അത് തുടക്കത്തിൽ തന്നെ എത്തുന്നു എന്നുള്ളത് എല്ലാ പരിമിതികളും ബി ജെ പി ക്യാമ്പ് എൻ ഡി എ ക്യാമ്പിന് വലിയ ആവേശമാണ് നൽകുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ ന്യൂസ് 18 സമഗ്രമായ കവറേജ് ആണ് പത്തനംതിട്ടയിൽ നിന്ന് നൽകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് പത്തനംതിട്ടയിൽ ഉള്ളത്. രഞ്ജിത്ത്, നേരത്തെ ശ്രീജിത്ത് ആ മൈതാനത്ത് നിന്ന്, അതായത് പ്രധാനമന്ത്രി എത്തുന്ന മൈതാനത്തിന് സമീപത്ത് നിന്ന് നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടേക്ക് പ്രവർത്തകരൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. സമയക്രമത്തിൽ ചെറിയ മാറ്റമുണ്ട് എന്നറിയുന്നു. അല്പം വൈകിയാണ് പ്രധാനമന്ത്രി എത്തുക എന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണോ ഈ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ആരംഭിക്കാത്തത്? രഞ്ജിത്ത് സ്പീക്കറിന് സമീപത്താണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദ്യം കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. പത്തനംതിട്ടയിലാണ് നിന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ആണ് പത്തനംതിട്ടയിൽ തുടക്കമാകുന്നത്. അതേസമയം കേരളത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിലെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടന്നിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലടക്കം പങ്കെടുത്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിലേക്ക് എത്തുകയാണ്. അതും പത്തനംതിട്ടയിലേക്ക്. BJP ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണല്ലോ രഞ്ജിത്ത് പത്തനംതിട്ട. തീർച്ചയായും അതാണ് ഇതിന്റെ പ്രാധാന്യം. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യം എത്തുന്ന മണ്ഡലം പത്തനംതിട്ടയാണ് എന്ന് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം. കാരണം അത്രത്തോളം പ്രാധാന്യം BJP പത്തനംതിട്ടയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ്. അനിൽ ആന്റണിയാണ് നമുക്കറിയാം ഇവിടെ സ്ഥാനാർത്ഥി. അനിൽ ആന്റണിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ തന്നെ BJPക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കാര്യമായി തന്നെ അവർ ആ മണ്ഡലത്തെ പരിഗണിക്കുന്നു എന്ന ലക്ഷണമാണ്. കഴിഞ്ഞ തവണ 2,98,000 വോട്ട് കെ സുരേന്ദ്രൻ നേടിയ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അവിടെ നിന്ന് ഒരു 50,000 വോട്ടുകൾ കൂടി ലഭിച്ചാൽ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ഒരു വിജയം എന്നുള്ളത് BJP ആ തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അനിൽ ആന്റണിയെ പോലൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും അത് ആ തരത്തിലുണ്ടാകും. കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ ഒരു കേന്ദ്രീകരണമുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട. അവിടെ ഈ തരത്തിലുള്ള അനിൽ ആന്റണിയെ പോലെ ഒരാൾ വരുമ്പോൾ അത് ആ തരത്തിൽ ഗുണം ചെയ്യും. കാരണം കഴിഞ്ഞ തവണ ലഭിക്കാതിരുന്ന പല പോക്കറ്റുകളിലെയും വോട്ടുകൾ ഇത്തവണ വീഴും എന്ന ഒരു പ്രതീക്ഷ കൂടി സ്വാഭാവികമായും BJPക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തന്റെ ആദ്യ സന്ദർശനം, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനത്തിന് ഇവിടെ തെരഞ്ഞെടുത്തത് പത്തനംതിട്ട തെരഞ്ഞെടുത്തത്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. PC ജോർജ് അടക്കമുള്ള പ്രമുഖർ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഉണ്ടാകും. K സുരേന്ദ്രൻ ഇതിനകം തന്നെ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട BJP നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കുറച്ച് കാര്യങ്ങൾ വൈകും എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നേരെ വന്നിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഒരു ചടങ്ങിന് വേണ്ടി പോകും. അതിനുശേഷമാകും തിരികെ എത്തുക. സ്വാഭാവികമായും ഒരു 1.5 മണിയെങ്കിലും ആകുമ്പോഴാണ് ഈ ചടങ്ങ് നടക്കുക എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ ഇതിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് കാണാം ഈ ബാഡ്ജുകളും ഒക്കെ ആയിട്ടാണ് പ്രവർത്തകർ. നരേന്ദ്രമോദി NDA പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പൊതുസമ്മേളനം 15 മാർച്ച് വോളണ്ടിയറാണ്. ഇങ്ങനെ വോളണ്ടിയേഴ്സായി ഒരുപാട് ആളുകൾ വലിയ ആവേശത്തിലാണല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര ആവശ്യത്തിലാണ്. എന്താ മോദി വരുമ്പോൾ ഒരു പ്രതീക്ഷ? മോദിയുടെ പ്രതീക്ഷ എന്താ, കേരളം നമ്മൾ പിടിക്കണമെന്നുള്ള ഇതാണ്. പത്തനംതിട്ടയും പിടിക്കും. പത്തനംതിട്ട എത്ര വോട്ട് ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു? പ്രതീക്ഷ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണ സുരേന്ദ്രന്റെ ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. K സുരേന്ദ്രന്റെ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. അപ്പൊ അതിനപ്പുറത്തിന് വോട്ട് വാങ്ങണം അല്ലേ? അതെ, തീർച്ചയായിട്ടും നല്ല പ്രവർത്തനത്തിലാണ്. എവിടുന്നാ വരുന്നത്? ടൗണിൽ തന്നെയാ പത്തനംതിട്ട ടൗണിൽ. സജികുമാർ. വിഷ്ണു സംഘടനാ ചുമതലയുള്ളവരാണോ? അതെ. BJPയുടെ ഒമലി പഞ്ചായത്ത് ചുമതലയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രവർത്തകർ ഇവിടെ വോളണ്ടിയേഴ്സിന്റെ പാസ് വിതരണം ചെയ്യണം. അതെ. എത്ര പേർക്ക് അങ്ങനെ വല്ല കണക്കുണ്ട്? നമ്മൾ 150 പേരാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്നത്. അകത്തും അതേപോലെ തന്നെ ട്രാഫിക്, അതേപോലെ തന്നെ പാർക്കിംഗ്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കായിട്ട് ഏകദേശം 150 വോളണ്ടിയേഴ്സിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അവരെ നേരത്തെ തന്നെ തെരഞ്ഞെടുത്ത ആളാണ്. അതെ, നേരത്തെ തന്നെ തെരഞ്ഞെടുത്തതാണ്. പാസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്താണ് അവർക്ക്. അതെ. അതെ, നിയന്ത്രിക്കുക. അതെ, തീർച്ചയായും. എങ്ങനെയാ ഒരു പ്രതീക്ഷ മോദി വരുമ്പോ? പത്തനംതിട്ടയാണ് ആദ്യം വരുന്നത്. അതെ. പത്തനംതിട്ട വളരെ ആവശ്യത്തിലാണ്. നമുക്ക് കാണാം, ജനങ്ങൾ തന്നെ ആവശ്യത്തിലാണ്. നമ്മൾ ഇങ്ങോട്ട് തന്നെ ആൾക്കാർ ജനങ്ങൾ വിളിച്ച് ചോദിച്ച് അറിഞ്ഞ് നമ്മൾ ബസ് വിട്ടു കൊടുക്കാതെ തന്നെ ആൾക്കാർ പരിപാടി കാണാനായി എത്തിച്ചേരുന്നത്. ധാരാളം പേര് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ച്, അതും നിഷ്പക്ഷരായ ജനങ്ങളാണ് കൂടുതലും ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി. അതെ. പത്തനംതിട്ടയ്ക്ക് കിട്ടിയേക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി. നമുക്ക് നിലവിലുള്ള 3 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോഴും വിദ്യാഭ്യാസ യോഗ്യതയിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ഒരു വിശ്വപൗരനെന്ന നിലയിൽ അനിൽ ആന്റണി വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പത്തനംതിട്ടയ്ക്ക്. വലിയ വിജയം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയൊരു വിജയമാണ് ഞങ്ങൾ അനിൽ ആന്റണിക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാണ് പ്രവർത്തകരുടെ ആവേശം ആ തരത്തിലാണ്. നമുക്ക് ശരണ്യ സ്നേഹിതൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ശരണ്യ, ഈ നമ്മൾ രാവിലെ വന്നൊരു സീനല്ല ഇപ്പോൾ. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഈ പത്തനംതിട്ടയിൽ കാണുന്ന കാഴ്ചകൾ? അപ്പം സുരേന്ദ്രന്റെ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ അടുത്തൊരു ഹോട്ടലിലുണ്ട്. അല്പസമയത്തിനും കാണാമെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മത്സരിച്ചൊരു മണ്ഡലം കൂടിയാണിത്. ഇത്തവണ അനിൽ ആന്റണി വരുമ്പോൾ എന്ത് മാറ്റം പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും BJP ഈ പ്രചാരണ പരിപാടികളുടെ തുടക്കം പത്തനംതിട്ടയിലാണ് എന്നുള്ളത് അത് പ്രധാനമന്ത്രി തന്നെ, അതായത് ഏറ്റവും വലിയ BJPയുടെ ഒരു ഐക്കൺ ആണല്ലോ പ്രധാനമന്ത്രി. അപ്പം പ്രധാനമന്ത്രി തന്നെ ഇവിടെ വന്ന് ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ അവരത്ര പ്രാധാന്യം ഈ മണ്ഡലത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ വോട്ടുകൾ അത് വളരെ ചെറിയ മാർജിനിലാണ് പരാജയത്തിലേക്കൊക്കെ പോയത്. ആ നിലയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വം അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. പ്രത്യേകിച്ച് നമുക്കറിയാം നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളം സൗത്തിൽ തന്നെ കേരളം വളരെയധികം പ്രാധാന്യത്തോടെ നോക്കുന്നു എന്നുള്ളതാണ്. അതാണ് രഞ്ജിത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി നമുക്കറിയാം. ശക്തി കേന്ദ്ര എന്ന ഇവരുടെ ഒരു BJP പ്രവർത്തകരുടെ ഒരു പരിപാടി ഒരു കേഡർ സ്വഭാവമായിരുന്നു ആ പരിപാടിക്ക് എന്നുള്ളതാണ്. അതായത് കൃത്യമായി അന്ന് അവിടെ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള പ്രതിനിധികളെ നമ്മൾ കണ്ടു. ഏറ്റവും താഴെ തട്ടിലുള്ള ചെറിയ ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ള ബ്ലോക്ക് ലെവൽ കമ്മിറ്റികളുടെ പ്രതിനിധികളാണ് അവിടെ എത്തിയതെന്നുള്ളതാണ്. അവരെ അഭിസംബോധന ചെയ്യാനായി അന്ന് എത്തിയത് നരേന്ദ്രമോദിയാണ്. അതായത് BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. ഏറ്റവും വലിയ അവരുടെ ഒരു BJP പ്രവർത്തകരുടെ ആവേശവും ഐക്കണുമാണ്. പക്ഷേ ആ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ തന്നെ
തന്നെ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി ഇത്രയും ഒരു ചെറിയ ബ്ലോക്ക് ലെവൽ കമ്മിറ്റിയുടെ പ്രതിനിധികളുമായി അഭിസംബോധന ചെയ്യുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ തിരഞ്ഞെടുപ്പ് അവർ വിജയം എന്നുള്ളത് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കുക, ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് പരമ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയാണ്. അത് പ്രവർത്തകരോട് നേരിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അത് മറൈൻ ഡ്രൈവിൽ ഉണ്ടാക്കിയ ആ ഒരു മീറ്റിംഗിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കൃത്യമായ ഒരു അച്ചടക്കത്തോടെ താഴെ തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തകരോട് അന്ന് വന്നവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു കണക്ക് ഓരോ ബൂത്തുകളിലും എത്ര വോട്ടുകൾ വീതമുണ്ടെന്നുള്ള ആ ഒരു മൈനോറിറ്റി ലെവലിലെ കണക്കുകൾ വരെ തയ്യാറാക്കിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അത് നമ്മൾ CPM-ലൊക്കെ കണ്ടിട്ടുള്ള ഒരു കേഡർ സ്വഭാവത്തിലുള്ള ഒരു രീതി എന്നാണ്. പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഈ സംഘടനാ രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ പലരും പറയുന്ന ഒരു വർത്തമാനം എന്ന് പറയുന്നത് CPM-നുണ്ടായിരുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ ഒരു ചലനാത്മകതയുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും. അത് അതേ രീതി തന്നെ BJP-യും അവലംബിച്ചുകൊണ്ടാണ് അവരുടെ ഈ മെഷീനറി ചലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ പല ഘട്ടങ്ങളിലും അത് കാണുന്നുണ്ട് അല്ലേ? അത് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരെ കണ്ടോ, അവർ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ സ്ഥലത്തുനിന്നും വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ CPM വിട്ട് വന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് ജ്യോതിസ് നിൽക്കുന്നുണ്ട്. തണ്ണീർമുക്കം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വർഷങ്ങളായി CPM-ന്റെ പ്രതിനിധിയായി ജ്യോതിസ് ഉണ്ട്. ജ്യോതിസിനെ വേണം നമുക്കൊന്ന് കാണാം. CPM വിട്ട് CPM-ന്റെ പ്രതിനിധിയായി തണ്ണീർമുക്കം പഞ്ചായത്ത് ഭരിച്ചിരുന്ന ജ്യോതിസ് പിന്നീട് NDA BDJS-ലേക്ക് പോവുകയും NDA-യുടെ പ്രതിനിധിയായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ തോതിൽ ആളുകൾ മറിയുന്നതിന് മുമ്പ് തന്നെ മറിഞ്ഞ ഒരാളാണ് ജ്യോതിസ്. നമുക്ക് ജ്യോതിസിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹമാണ് ജ്യോതിസ്. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. CPM-ന്റെ പ്രതിനിധിയായി CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി വർഷങ്ങളോളം ഇരുന്ന ആളാണ്. ഇപ്പൊ BDJS-ലാണല്ലേ? ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങൾ എന്തായിരുന്നു? ഇന്ന് പാർട്ടിയുടെ നയം ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി. പഴയ പാർട്ടിയല്ല, ഞങ്ങളൊക്കെ വന്നപ്പോൾ 30 വർഷം മുമ്പ് വന്ന പാർട്ടിയല്ല ഇപ്പോൾ ഉള്ളത്. ആ പാർട്ടി നേതൃത്വമൊക്കെ പോയി. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ആ നിലവിലുണ്ടാകുന്ന സംവിധാനം എല്ലാം തന്നെ മാറ്റപ്പെട്ടു. CPM-ൽ പ്രവർത്തിച്ച ഒരാളാണ്. നമുക്കറിയാം CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം അറിയാം. തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഒരു മൈനോറിറ്റി ലെവൽ പോൽ ബൂത്ത് ലെവൽ കണക്കുകൾ വരെ വളരെ കൃത്യമാണ് അല്ലെ, ഒരു കേഡർ സ്വഭാവത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മറൈൻ ഡ്രൈവിലെ നിങ്ങളുടെ പരിപാടി കണ്ടിരുന്നു. ആ ശക്തികേന്ദ്ര പരിപാടിയിൽ സമാനമായ രീതിയിൽ വന്നവരെല്ലാവരും കണക്കുകളും അങ്ങനെ കൃത്യമായ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് BJP പോകുന്നുണ്ടോ? BJP ശരിക്കും CPM-ന്റെ രീതിയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും CPM-ലുണ്ടായിരുന്നവർ BJP-ലേക്ക് വന്നു കഴിഞ്ഞു, NDA-ലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ എന്താണോ CPM അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത്ര നടക്കുന്നത്. ശക്തികേന്ദ്ര മീറ്റിംഗിൽ ഞങ്ങൾ BDJS-ന്റെ ഭാഗമായിട്ടാണ്. BDJS-ന്റെ ഒരു മാവേലിക്കര അടക്കമുള്ള ഇടങ്ങൾ മത്സരിക്കുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി നിങ്ങളുടെ പ്രധാനപ്പെട്ട തുഷാർ തന്നെ ആയിരിക്കുമെന്നാണ് ഏറെക്കുറെ സൂചന. കോട്ടയത്ത് എങ്ങനെ പോകുന്നു BDJS-ന്റെ ഒരു സംഘടന? BDJS-ന്റെ പ്രതിനിധികളൊക്കെ എങ്ങനെയാണ് ഈ യോഗത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? NDA ഭാഗമായിട്ട് തന്നെയാണ് BDS നിൽക്കുന്നത്. BDS-ന്റെ പ്രവർത്തനങ്ങൾ താഴെത്തട്ട് തൊട്ട് തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. എത്ര ആളുകൾ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്? എത്രയാണ് BDJS-ന്റെ പ്രവർത്തകർ NDA മീറ്റിംഗിൽ? ഞങ്ങൾ മാവേലിക്കര ആലപ്പുഴ മണ്ഡലത്തിന് ചുമതലക്കാരാണ്. ഞങ്ങൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര ആളുകൾ, അതായത് ഒരു കൃത്യമായ ഒരു നിർബന്ധമുണ്ടായിരുന്നു ഇത്ര ആളുകൾ പങ്കെടുക്കണമെന്ന്? എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ കൊണ്ടുവന്നത്? എന്തായിരുന്നു അതിനുള്ള ഒരു മാനദണ്ഡം കണക്കാക്കി? ആളുകൾ പൊതുവെ നരേന്ദ്രമോദിജിയെ കാണണം എന്നുള്ളതും അദ്ദേഹത്തെ നേരിൽ കണ്ട് ഈ അദ്ദേഹവുമായുള്ള സംവാദത്തിൽ ഏർപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്ന ആളാണ് ബഹുഭൂരിപക്ഷം പേരും. അതെ, അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം NDA-യുടെ ഭാഗമാണ്. BDJS-ന്റെ പ്രതിനിധിയായി CPM-ൽ നിന്നും വർഷങ്ങളായി CPM-ൽ നിന്നിട്ട് പിന്നീട് CPM വിട്ട് BDJS-ലേക്ക് പോവുകയും NDA-യുടെ ഭാഗമാവുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. എത്രമാത്രം ആവേശമാണ് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രവർത്തകർക്കുള്ളത്? ഞങ്ങളുടെ ഈ പ്രവർത്തകരുടെ ആവേശം പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രത്തോളമാണ് ആവേശഭരിതരായി നിൽക്കുന്നത്. കാരണം നരേന്ദ്രമോദി ഈ പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ കൃത്യമായ രീതിയിൽ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. കാരണം ഇത് സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സാണ് ഞങ്ങൾക്കിവിടെ പങ്കുവെക്കാനുള്ളത്. കാരണം മൂന്നാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരതത്തിന്റെ അധികാരത്തിലേക്ക് വരുമെന്നുള്ളത് ഈ ഇവിടുത്തെ 140 കോടി ജനങ്ങളും വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വാസത്തിന് കൃത്യമായ രീതിയിലുള്ള കാരണങ്ങളും അതേപോലെ വസ്തുതകളും ഞങ്ങൾക്ക് ഇവിടെ മുൻപിൽ അവതരിപ്പിക്കാനുണ്ട്. ഇവിടെ മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുകയാണ്. രണ്ട് മുന്നണികളുടെയും തലതിരിഞ്ഞ സമീപനം ഈ കേരളത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ വെറും മോശപ്പെട്ട ഒരു സംസ്ഥാനമായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിന്നും മാറ്റമുണ്ടാവണമെന്ന് മുഴുവൻ ആൾക്കാരും വിശ്വസിക്കുന്നു, താല്പര്യപ്പെടുന്നു. അതിനനുസൃതമായ രീതിയിൽ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും BJP-യെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കുവാൻ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കുകയാണ്. അവരതിനുള്ള ദിവസം കാത്തിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ളതാണ്. അതായത് മോദി നേരിട്ടെത്തി ഉറപ്പ് നൽകുന്നു.
നൽകുന്നു. പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ നേരിട്ടെത്തി ഉറപ്പ് നൽകുന്നു. ആ ഉറപ്പ് ആദ്യം ലഭിക്കാൻ പോകുന്നത് പത്തനംതിട്ടക്കാർക്കാണ്. തീർച്ചയായും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് അനിൽ ആന്റണി ഇവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായും പത്തനംതിട്ട ഞങ്ങൾ നേടും എന്നാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തി ഒരു ആദ്യ പ്രചരണ പരിപാടികൾക്ക് കേരളത്തിൽ തന്നെ തുടക്കം കുറിക്കുന്നത് ഇവിടെയാണ്. സ്വാഭാവികമായും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ പ്രവർത്തകരിലേറുമല്ലേ? തീർച്ചയായിട്ടും ചെറുതാണ്. വളരെയേറെ ആവേശം ഞങ്ങൾ പ്രവർത്തകരിൽ എല്ലാവരും ഉണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ ആൾക്കാരെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും 20 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം. എല്ലാവരും പത്തനംതിട്ടക്കാരാണോ? എല്ലാവരും മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മോദിജി 2014 മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ഓരോന്ന് ചെയ്തു തീർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾ പൂർണ്ണ തൃപ്തരും വിശ്വാസവും. അത്തരം ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോകുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണോ ബി ജെ പി പ്രവർത്തകർ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതാണ് നമുക്ക് തൃശ്ശൂരിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ബി ജെ പിയോ എൻ ഡി എ പ്രയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവര് മറ്റ് രാഷ്ട്രീയത്തിനപ്പുറം, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനപ്പുറം വികസനം കൂടി കൊണ്ടുവന്നിട്ട് അതിന് ശേഷം ആളുകളിലേക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞിടപെടുന്നു എന്നല്ലേ രഞ്ജിത്ത്? അതാണ് കേരളത്തിൽ അവർ പ്രയോഗിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ എൻ ഡി എ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ ഈ പൗരത്വ നിയമ ഭേദഗതി പോലും ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഒക്കെ പാലിച്ചു. ആ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടെ 3ാം തവണ ജനങ്ങളെ സമീപിക്കുമ്പോൾ ഇനിയും മോദി പറയുന്ന കാര്യങ്ങളിൽ, സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഉറപ്പുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇത്രയധികം പ്രവർത്തകരെ ഇവിടെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 1 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം മാവേലിക്കരയും ഈ പത്തനംതിട്ടയും അടങ്ങുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രതിനിധികളാണ്, അതുമായി ബന്ധപ്പെട്ട ജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഏതായാലും നമുക്കിനിയും കാത്തിരിക്കാം. ഇനിയും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. കാരണം 1.5 മണിയെങ്കിലും ആകും പ്രധാനമന്ത്രി ഈ എന്റെ തൊട്ടുപുറയിൽ കാണുന്ന ഈ കെ നായർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരാൻ. അവിടെ നിന്നാണ് അദ്ദേഹം ഈ തൊട്ടടുത്ത് കാണുന്ന 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവിടെ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരിക എന്നതും നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും നേതാക്കളും പ്രവർത്തകരും ഒക്കെ ധാരാളമായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, പത്തനംതിട്ടയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി NDA ക്യാമ്പുകൾ സജീവമാവുകയാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും ചൂടുപിടിക്കുകയാണ്. ഈ വാർത്ത, പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത, വരും ബുള്ളറ്റിനുകളിലും ഞങ്ങൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും.